ശരി, ഈ പുതിയ വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീറ്റർ പാൻ, ഒരിക്കലും വളരാത്ത, എപ്പോഴും പാറി നടക്കുന്ന ആ നിഷ്കളങ്കനായ കുട്ടിയെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ മാന്ത്രിക ലോകത്തിന് പിന്നിലെ തികച്ചും വ്യത്യസ്തമായ, കുറച്ചൊന്ന് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മിന്നിത്തിളങ്ങുന്ന ആ മാന്ത്രിക പൊടികൾക്കും അപ്പുറം ജെ.എം. ബാരിയുടെ ഈ പ്രശസ്തമായ കഥയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ചില പുരാണ സത്യങ്ങളിലേക്കാണ് നാം ഇന്ന് വെളിച്ചം വീശുന്നത്. നമുക്ക് ആ അന്ധകാരത്തിലേക്കുള്ള വാതിൽ തുറക്കാം. ഡിസ്നി സിനിമകളിലൂടെ നമ്മൾ കണ്ട ആ കുസൃതിക്കാരനായ പീറ്റർ പാനിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് 1902 ജെ.എം. ബാരി ആദ്യമായി അവതരിപ്പിച്ച യഥാർത്ഥ പീറ്ററുമായി അവനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ കഥയിൽ അവൻ പൂർണ്ണമായും ഒരു മനുഷ്യൻ പോലുമായിരുന്നില്ല. വെറും 7 ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ നഴ്സറി ജനലിലൂടെ പറന്നുപോയ പാതിയോളം പക്ഷിയായ ഒരു വിചിത്ര രൂപമായിരുന്നു അത്. ജീവന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു നിഗൂഢ അവസ്ഥയിലാണ് ബാരിയുടെ യഥാർത്ഥ പീറ്റർ നിലനിൽക്കുന്നത്. ഈ ഒരു സങ്കല്പത്തിലേക്ക് ബാരി എങ്ങനെ എത്തിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ സങ്കടകരമായൊരു ടൈം ലൈൻ നമ്മൾ അറിയേണ്ടതുണ്ട്. ബാരിക്ക് വെറും 6 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഡേവിഡ് ഒരു അപകടത്തിൽ മരിക്കുന്നു. ആ അമ്മയുടെ സങ്കടം നിങ്ങൾക്ക് ഊഹിക്കാലോ. മരിച്ച ഡേവിഡ് എക്കാലവും ഒരു കുട്ടിയായി തന്നെ തുടരുമല്ലോ എന്ന ചിന്തയിലായി ആ അമ്മയുടെ ഏക ആശ്വാസം. അതായത് കാലത്തെ അവിടെ തന്നെ മരവിപ്പിച്ച് നിർത്താനുള്ള ഒരു അമ്മയുടെ ആഗ്രഹത്തിൽ നിന്നും അവരനുഭവിച്ച വലിയൊരു ദുഃഖത്തിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ പീറ്റർ പാൻ എന്ന ഈ അനശ്വര കഥാപാത്രം ജനിക്കുന്നത്. ഇതാണ് വളരെ അസ്വസ്ഥജനകമായ ഒരു ചോദ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. സത്യത്തിൽ പീറ്റർ പാൻ എപ്പോഴെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിരുന്നോ, അതോ കുട്ടിക്കാലത്തെ എക്കാലത്തേക്കുമായി തളച്ചിടാനുള്ള ബാരിയുടെ ഒരു ശ്രമമായിരുന്നോ അത്? നെവർലാൻഡ് എന്ന സങ്കല്പത്തിന് പിന്നിലെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്. പീറ്ററിന്റെ സ്വഭാവങ്ങൾക്കൊക്കെ പുരാതന കാലത്തെ ഭയപ്പെടുത്തുന്ന ചില നാടോടി കഥകളുമായി വല്ലാത്തൊരു സാമ്യമുണ്ട്. ഗ്രീക്ക് പുരാണങ്ങളിലെ പാൻ എന്ന ദേവനുമായും അതുപോലെ മരിച്ചവരുടെ ആത്മാക്കളെ നയിക്കുന്ന ഹെർമീസ് പോലുള്ളവരുമായും പീറ്ററിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. അർദ്ധരാത്രിയിൽ തുറന്നിട്ട ജനലുകൾക്കരികിൽ വന്ന് 2 ലോകങ്ങൾക്കിടയിലെ ഒരു വഴികാട്ടിയായി അവൻ മാറുന്നു. ഇരുണ്ട യക്ഷിക്കഥകളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ദുഷ്ടശക്തികളോട് അവന് എത്രത്തോളം സാമ്യമുണ്ടെന്ന് നോക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. ഇനി ബാരിയുടെ പുസ്തകത്തിൽ തന്നെയുള്ള നമ്മളെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു വരി ഞാൻ പറയാം. പീറ്റർ അവരെ ഇല്ലാതാക്കുന്നു, എന്നിട്ട് 1 മിനിറ്റിനുള്ളിൽ അവൻ അവരെ മറക്കുന്നു. നഷ്ടപ്പെട്ട കുട്ടികൾ അഥവാ ലോസ്റ്റ് ബോയ്സ് വളരാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ബാരി ഇത് പറയുന്നത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. അവരെ ഒഴിവാക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെറുതെ പറഞ്ഞയക്കുന്നു എന്നാണോ, അതോ അതിലും ഭയാനകമായ മറ്റെന്തെങ്കിലുമാണോ? കാരണം നെവർലാൻഡിൽ വളരുക എന്നത് കർശനമായി നിരോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ കഥ കുറച്ചുകൂടി സങ്കീർണമാവുകയാണല്ലേ? നെവർലാൻഡ് എന്നത് വെറുമൊരു കളിസ്ഥലമല്ലെങ്കിലോ? അതൊരു കെണിയാണെങ്കിലോ? ഈ കഥയിലുടനീളം വെണ്ടി അവിടെ നിന്ന് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പുറത്തു കടക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണെന്ന വളരെ ഇരുണ്ട ഒരു യാഥാർത്ഥ്യത്തിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നോ, നോസ്റ്റിക് വിശ്വാസങ്ങളിലെ ആർക്കൺസ് എന്ന സൃഷ്ടികളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അവർ ആത്മാക്കളെ ഒരു വ്യാജ ലോകത്ത് കുടുക്കിയിടും, എന്നിട്ട് അവരുടെ ഓർമ്മകൾ നഷ്ടപ്പെടുത്തി ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും. നെവർലാൻഡ് കൃത്യമായി ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അവിടേക്ക് പോകുന്നവർക്ക് അവരുടെ പഴയ ജീവിതം ഒട്ടും ഓർമ്മയുണ്ടാകില്ല. രക്ഷപ്പെടാൻ കഴിയാത്തവരെ വിഴുങ്ങുന്ന ഒരു ആത്മീയ തടവറയാണതെന്ന് പറയേണ്ടിവരും. പുരാതന കാലത്തെ ദുഷ്ടശക്തികളെപ്പോലെ മനുഷ്യരെ ഉപദ്രവിക്കാൻ ഇവനും നമ്മുടെ ഒരു ക്ഷണം അല്ലെങ്കിൽ ഒരു സമ്മതം ആവശ്യമാണ്. പീറ്ററും അതുതന്നെയാണ് ചെയ്യുന്നതല്ലേ? അവൻ കുട്ടികളോട് ചോദിക്കുന്നു, അവർ സമ്മതം മൂളുമ്പോൾ മാത്രം അവരെ അവനൊപ്പം കൂട്ടുന്നു. സത്യത്തിൽ ഇതൊരു നിഷ്കളങ്കനായ കുട്ടിയുടെ സ്വഭാവമല്ല, മറിച്ച് നിങ്ങളുടെ സമ്മതം തന്നെ സ്വന്തം ശക്തിയാക്കി മാറ്റുന്ന ഒരു ഇരപിടിയനെപ്പോലെയാണവൻ. കഥയിലെ വില്ലൻ ആരാണ് എന്ന സങ്കല്പത്തെ തന്നെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണിത്. ആ ടിക്ടോക്ക് ശബ്ദമുണ്ടാക്കുന്ന മുതല വെറുമൊരു വന്യമൃഗമല്ല സുഹൃത്തുക്കളെ. അത് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത സമയമെന്ന യാഥാർത്ഥ്യത്തിന്റെ നേരിട്ടുള്ള പ്രതീകമാണ്. സമയത്തിൽ നിന്ന് സ്വയം വേർപെട്ടു നിൽക്കാൻ ശ്രമിക്കുന്നവരെ അത് നിരന്തരം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. സമയം എല്ലാവർക്കും മുന്നിലെത്തുമെന്ന സത്യത്തെയാണ് ആ മുതല കാണിക്കുന്നത്. ഇനി ക്യാപ്റ്റൻ ഹുക്കിന്റെ കാര്യം നോക്കാം.
ഈ അനന്തമായ യുദ്ധത്തിൽ കുടുങ്ങിപ്പോയ ഏക മുതിർന്ന വ്യക്തിയാണ് അദ്ദേഹം. വളർച്ചയെ കർശനമായി നിരോധിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ മുതിർന്നവരായിരിക്കുക എന്നതിന്റെ പ്രതീകം. പീറ്റർ പാൻ അംഗീകരിക്കാൻ തീരെ വിസമ്മതിക്കുന്ന യഥാർത്ഥ ലോകത്തെയാണ് ഹുക്ക് പ്രതിനിധീകരിക്കുന്നത്. സമയം മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ ഓർമ്മിപ്പിക്കുന്നത് ഹുക്ക് മാത്രമാണ്. നെവർലാൻഡ് എന്ന ഈ അടഞ്ഞ ചക്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം കുട്ടികളെ അവിടേക്ക് ആകർഷിക്കുന്നു. അവർക്ക് വളരാൻ അനുവാദമില്ല. എന്നാൽ ഇതിനിടയിൽ വളരാൻ ധൈര്യം കാണിക്കുന്ന ആ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? അവരുടെ ഓർമ്മകളും ലക്ഷ്യങ്ങളും നഷ്ടപ്പെട്ട് അവർ പുറത്താക്കപ്പെടുന്നു. ഒടുവിൽ പീറ്ററിന് കളിക്കാനും യുദ്ധം ചെയ്യാനും വേണ്ടി മാത്രമുള്ള കടൽ കൊള്ളക്കാരായി അവർ മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ എത്ര ഭയാനകമായ ഒരു ചക്രമാണിതല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം. നെവർലാൻഡ് ഇത്രയും ഭയാനകമായ ഒരു സ്ഥലമാണെങ്കിൽ പിന്നെ എന്തിന് ആധുനിക സമൂഹം ഒരിക്കലും വളരാത്ത ഈ കുട്ടിയെ ഇത്രയധികം നെഞ്ചിലേറ്റിയത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ യഥാർത്ഥ ലോകം കൂടുതൽ തിരക്കേറിയതും സമ്മർദ്ദം നിറഞ്ഞതുമായി മാറിയപ്പോൾ ഒരിക്കലും ഒരു മുതിർന്ന ആളാകേണ്ടതില്ല എന്ന ചിന്ത ആളുകളെ വല്ലാതെ ആകർഷിച്ചു. ആ മനോഹരമായ സ്വപ്നത്തിന് താഴെ ഒളിച്ചിരിക്കുന്ന ഇരുമ്പുകൂടിനെ ആരും കണ്ടില്ല, അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചില്ല എന്നതാണ് സത്യം. മനഃശാസ്ത്രത്തിൽ ഇതിനൊരു പേരുണ്ട്, പ്യോ എറ്റേണസ് അഥവാ അനശ്വരനായ കുട്ടി. ഈ അവസ്ഥയിലുള്ള ആളുകൾ പുറമെ വളരെ ആകർഷകരും കഴിവുള്ളവരുമായിരിക്കും, പക്ഷെ അവർക്ക് വളരാൻ വലിയ ഭയമാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടാനും യാഥാർത്ഥ്യത്തെ നേരിടാൻ ഭയക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തെയാണ് പീറ്റർ ഇവിടെ കൃത്യമായി കാണിക്കുന്നത്. ഇതിനാലാണ് കഥയിൽ വെൻഡിക്ക് അവന്റെ നിഴൽ തുന്നിച്ചേർക്കേണ്ടി വരുന്നത്. സത്യത്തിൽ പീറ്ററിന്റെ ഒരു പാതി തന്നെയാണ് ആ നിഴൽ. നമ്മുടെ ഭയങ്ങൾ, കൈപ്പേറിയ സത്യങ്ങൾ, നമ്മിലെ ഇരുണ്ട വശങ്ങൾ എന്നിവയെല്ലാം അതിലുൾപ്പെടുന്നുണ്ട്. ഒരാൾ ശരിയായ രീതിയിൽ വളരണമെങ്കിൽ ഈ സത്യങ്ങളെയൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചേ മതിയാകൂ. എന്നാൽ പീറ്റർ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും വേർപെട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭയങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ നേരിട്ടില്ലെങ്കിൽ അവ നമ്മെ നിശബ്ദമായി പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരവാദിത്തങ്ങളെയൊക്കെ ഒഴിവാക്കി നമ്മളെപ്പോഴും സുരക്ഷിതരാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അവിടെ നമ്മൾ സ്വയം വളരാതിരിക്കുക മാത്രമല്ല, കൂടെയുള്ളവരെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ മാറിപ്പോകും. അങ്ങനെ നമ്മുടെ ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. സമയം നമ്മെ പിന്തുടരുന്നത് ഭയപ്പെടുത്തുന്ന കാര്യമായിരിക്കാം, എന്നാൽ സമയം എക്കാലത്തേക്കുമായി നിശ്ചലമാകുന്നത് അതിലും വലിയൊരു ദുരന്തമല്ലേ? നെവർലാൻഡ് ഒരിക്കലും ഒരു സ്വർഗമല്ല, മറിച്ച് നഷ്ടപ്പെട്ടവർ എന്നേക്കുമായി അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന, പുറത്തു കടക്കാനാവാത്ത ഒരു വലിയ തടവരെയാണത്. ഇനി പീറ്റർ പാൻ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങളും ഇതൊന്ന് ഓർക്കുക. ഈ വിവരണത്തിനൊപ്പം ഇതുവരെ ചേർന്നതിന് നന്ദി. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.